إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولا تصل على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله وماتوا وهم فاسقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഇനി സഹോദരന്മാരെ, ഈ 9-ാമത്തെ വർഷം, ഹിജറ 9-ാമത്തെ വർഷം ഉണ്ടായ വേറെ ചില പ്രത്യേകതകൾ, ഇസ്ലാമിന് അഭൂതപൂർവമായ വളർച്ചയുണ്ടാവുകയാണ്. എല്ലാ രംഗങ്ങളിലും അതാ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ സംഘങ്ങൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വരുന്നു, മദീനയിലേക്ക് വരുന്നു. നിവേദക സംഘങ്ങളുടെ ഒഴുക്ക് നടന്ന കൊല്ലമാണ്. ചരിത്രത്തിൽ കാണാം, 60ഓളം രാജ്യങ്ങളിൽ നിന്ന് 60ഓളം സംഘങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ്, വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്ന്. അങ്ങനെ വന്ന പ്രധാനപ്പെട്ട പല ഗോത്രങ്ങളുമുണ്ട്. മുസ്ലിമീങ്ങളല്ല ഈ വരുന്നത്. ഇസ്ലാം പഠിക്കാൻ ആളുകൾക്ക് വല്ലാത്ത താല്പര്യം. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേട്ടിട്ടേയുള്ള പലരും ഒന്ന് കാണണം എന്ന മോഹം, എന്നിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കണം, ബോധ്യപ്പെട്ട വിശ്വസിക്കണം എന്നൊക്കെ നിലക്കതാ ധാരാളം നിവേദക സംഘങ്ങൾ ഇങ്ങനെ അടിക്കടി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് നടക്കുന്നതിന്റെ മുമ്പത്തെ കൊല്ലമാണ്. സംഘമായി കൊണ്ട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു വിവരവുമില്ലാത്ത, ഒരു സംസ്കാരവും ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ വരികയാണ് ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കാൻ. അങ്ങനെ വന്ന കൂട്ടത്തിൽ പല ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രമാണ് തമീമ് ഗോത്രം. തമീമ് ഗോത്രത്തിന്റെ ഒരു ടീം തന്നെ അറാബികളാണ്, ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വന്നു. എവിടെ മുഹമ്മദ് ചോദിച്ചു. ആ നേരത്ത് അള്ളാന്റെ റസൂല് നബി തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി അവിടുന്ന് പള്ളിയോടനുബന്ധിച്ചുണ്ടാക്കിയിട്ടുള്ള കൊച്ചു കൊച്ചു ഹുജറകളുണ്ട്. അതിന്റെ ബഹുവചനമാണ് ഹുജറാത്ത്. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഹുജറാത്ത്, മുറികൾ, റൂമുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർക്ക് താമസിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മുറികൾ ഈത്തപ്പനയോല കൊണ്ട് മറച്ച് നിലത്ത് മണൽ വിരിച്ച്, ഒരു കുട്ടി നിന്നാൽ പോലും, അതല്ലെങ്കിൽ ഒരാൾ നിന്നാൽ പോലും മേലേക്ക് കയ്യെത്തുന്ന റൂഫുമിട്ട്, അത്ര സൗകര്യങ്ങളൊന്നുമില്ലാത്ത ചെറിയ ചെറിയ കൂരകള്, റൂമുകള് മദീന മസ്ജിദിന്റെ പരിസരത്തായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചിട്ടുണ്ട്. അതിനാണ് ഹുജറാത്ത് എന്ന് പറയുന്നത്. ആ ഹുജറകളിൽപ്പെട്ട ഒരു ഹുജറയിൽ നബിതങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുന്ന നേരത്താണ് നബിതങ്ങളെ കാണാൻ വേണ്ടി ദൂരഗോത്രത്തിൽ നിന്ന് തമീമ് ഗോത്രത്തിന്റെ ഒരു നേതാവും അനുയായികളും വരുന്നത്. ഇവർക്കാണെങ്കിൽ സംസ്കാരമൊന്നുമില്ല, ദൂരെന്ന് വരികയാണ്, ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന അറാബികളാണ്, ഒട്ടും സംസ്കാരം തേണ്ടിയിട്ടില്ല. അവർ വന്നപാടെ വിളിയായി, മുഹമ്മദേ പുറത്തു വാ, എന്താ അകത്തിരിക്കുന്നത്, വാ പുറത്തേക്ക് വാ
എന്ന് ബഹുമാനമില്ലാതെ, അവർക്കതേ അറിയൂ, അവർക്ക് സംസ്കാരം അറിയില്ല, അവർക്കൊരാളോട് സംസാരിക്കേണ്ട, അഭിസംബോധന ചെയ്യേണ്ട രീതിയൊന്നും അത്ര പിടുത്തമില്ല. അതുകൊണ്ട് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വിളിച്ച് സ്വൈരം കൊടുത്തിക്കൊണ്ടിരുന്നു. ഒന്ന് സമയമാകുമ്പോ നബി തങ്ങൾ ഇറങ്ങിക്കോളും. അതുവരെ അവർ ക്ഷമ കാണിച്ചില്ല. അവരെ കുറിച്ചാണ് സൂറത്തുൽ ഹുജറാത്തിൽ ആയത്തിറങ്ങിയത്. ഈ ആളുകളെ കുറിച്ചാണ് സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിറങ്ങിയത്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി, റൂമുകളുടെ പിൻഭാഗത്ത് നിന്ന് നിങ്ങളെ വിളിക്കുന്ന ആളുകൾ, നിങ്ങളെ പേരെടുത്ത് വിളിക്കുന്ന ആളുകൾ, അക്സറുഹും ലാ യഖിലൂന, അവരിൽ ഭൂരിപക്ഷത്തിനും ബുദ്ധിയില്ല നബിയേ. അവർക്ക് കാര്യം മാത്രം പ്രസക്തമായ ആളുകളൊന്നുമല്ല, അവർക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ വിളിക്കുന്നത്. എന്നിട്ടല്ല പറയാണ് വലൗ അന്നഹും സബറു, അവരൊന്ന് സഹിച്ചിരുന്നെങ്കിൽ, അവരൊന്ന് സബർ കാണിച്ചിരുന്നുവെങ്കിൽ, നീ അവരിലേക്ക് പുറപ്പെടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വരെ അവര് മനസ്സ് കാണിച്ചില്ലല്ലോ. നീ പുറത്തിറങ്ങുന്നത് വരെ അവരൊന്ന് കാത്തിരുന്നിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതായിരുന്നല്ലോ അവർക്ക് ഏറ്റവും ഉത്തമം. വല്ലാഹു ഗഫൂറുർ റഹീം. ഉടനെ തന്നെ അല്ല പറയുന്നു, അല്ല പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ഇവരൊക്കെ കൊണ്ട് ചെയ്തതല്ലേ, അല്ല അവരോട് പൊറുക്കും, അല്ല അവരോട് കരുണ ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ വിളിച്ചു സ്വൈരം കെടുത്തി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജറയിൽ നിന്ന് പുറത്തു വന്നു. പുറത്തു വന്നത് ളുഹർ നിസ്കാരത്തിന് വേണ്ടിയാണ്. അങ്ങനെ മദീനത്തെ പള്ളിയിലെ മിഹ്റാബിൽ നിസ്കാരത്തിന് വേണ്ടി നബി തങ്ങൾ നിൽക്കുമ്പോ ഈ തമീമ സംഘം പിന്നാലെ കൂടുകയാണ്. പിന്നാലെ കൂടിയിട്ട് തോണ്ടിയിട്ട് പിന്നെയും പറയാണ്, ഞങ്ങൾ പറയണോ എന്ന് കേൾക്കണം, ഞങ്ങളുടെ കൂടെ കവികളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ നല്ല പ്രഗത്ഭ പ്രഭാഷകന്മാരുണ്ട്, മത്സരിക്കാനുണ്ടോ ഞങ്ങളോട്? ഞങ്ങൾ കൊണ്ടുവന്ന കവിതയ്ക്ക് പകരം കവിത ചൊല്ലാൻ ധൈര്യമുണ്ടോ? പ്രസംഗിച്ച് പകരം വീട്ടാൻ ധൈര്യമുണ്ടോ? ഒരു മത്സരത്തിന് തയ്യാറുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഒരു അദബും മര്യാദയില്ലാതെ തോണ്ടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തമായി കൊണ്ട് മറുപടി പറഞ്ഞു, കവിതയുമായിട്ടല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, എനിക്ക് കവിതയുടെ പരിപാടിയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പ്രസംഗിച്ച് ആഭിജാത്യങ്ങളും ഗോത്രമേന്മയും മഹാത്മ്യമൊക്കെ പറഞ്ഞു പ്രസംഗിച്ച് ആഭിജാത്യങ്ങളുടെ അഹങ്കാരത്തിന് വേണ്ടിയുമല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മാന്യമായി അവരോട് പറഞ്ഞ് അവരെ കാണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവരിങ്ങനെ നിന്ന് നോക്കുകയാണല്ലോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് കുറേ ഒരു അടക്കം വന്നു. വല്ലാത്തൊരു മനുഷ്യന്മാർ, എന്തോ ഒരു നല്ല അച്ചടക്കത്തിലാ എന്തായി നടക്കുന്നത്. ദീനപ്പള്ളിയിൽ നിസ്കാരം ഈ തമീം ഗോത്രക്കാരിങ്ങനെ കാണുകയാണ്. കണ്ട് നിസ്കാരത്തിന് ശേഷം നബി തങ്ങളുടെ അടുത്ത് കൂടുന്നു. വളരെ ഭവ്യതയോടുകൂടി നബി തങ്ങളുമായിട്ട് സംഭാഷണം നടത്തുന്നു. ആ സംഘം മുഴുവനും മുസ്ലിമുകളായി കൊണ്ട് തിരിച്ചു പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്തേ ചെയ്തത്? ആ ഒരു നല്ല വശ്യമായ പെരുമാറ്റം, വളരെ ഹൃദ്യമായ പെരുമാറ്റം, മഹത്വമേറിയ പെരുമാറ്റം. വളരെ മോശമായി പെരുമാറിയപ്പോഴും ആ നിലക്ക് തിരിച്ചു ചോദിക്കാതെ വരില്ലായിട്ടല്ലേ എന്ന നിലക്ക് വളരെ സമാധാനം പറയേണ്ടതിനൊക്കെ സമാധാനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ അവർ തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ അബ്ദുൽ ഖൈസ് ആ ഗോത്രത്തിൽ നിന്ന് ആള് വന്നു, ബനി ഹനീഫ ഗോത്രത്തിൽ നിന്ന് വന്നു, നജറാനിൽ നിന്ന് വന്നു, അശ്അരി ഗോത്രത്തിൽ നിന്ന് വന്നു, യമൻകാര് വന്നു, ദൗസ് ഗോത്രം വന്നു, ത്വയ്യ് ഗോത്രക്കാര് വന്നു. അങ്ങനെ പലരും വന്നു. സഅദ് ബിൻ ബക്കർ ഗോത്രത്തിന്റെ പ്രതിനിധിയായി കൊണ്ട് അവസാനം വന്നൊരു വ്യക്തിയാണ് ദമാമ ബിൻ സഅലബ. അദ്ദേഹം വരികയാണ്. അദ്ദേഹം വരുന്ന രംഗം അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഈ ലമാമ വരുന്ന നേരം പറയാണ്, അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ വരികയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി തങ്ങളോടൊപ്പം പള്ളിയിൽ ഇരിക്കുമ്പോൾ ദഖല റജുലുൻ, ഒരാൾ പ്രവേശിച്ചു, ഒരൊട്ടകപ്പുറത്ത് പ്രവേശിച്ചു. ഒട്ടകത്തെ പള്ളിയിൽ തന്നെ മുട്ടുകുത്തിയിട്ട് ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് അവിടെ തന്നെ കെട്ടിയിട്ടു. സുമ്മ ഖാല ലഹും, എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, അയ്യുക്കും മുഹമ്മദ്, ആരാങ്ങളെ കൂട്ടത്തിൽ മുഹമ്മദ്? കണ്ടോ, അവിടെ നേതാവിന് പ്രത്യേക വേഷവും പ്രത്യേകമായത് ആദരവും പ്രത്യേകതൊന്നുമില്ല.
അവരുടെ കൂട്ടത്തിലൊരാളായിട്ട് അള്ളാന്റെ റസൂൽ അവിടെ ഇരിക്കുക, അല്ലെങ്കിലോ വലിയ രാജകീയ കസാരിയും വലിയ സിംഹാസനവും വീശിക്കൊടുക്കാൻ ആളും അതുപോലെ തന്നെ പരിചാരകരും, ഇങ്ങനെയൊക്കെയാണല്ലോ രാജാക്കന്മാർക്കൊക്കെ. അപ്പൊ അത് തിരിച്ചറിയില്ല ആരാങ്ങളെ കൂട്ടത്തിൽ മുഹമ്മദ് എന്നാ ചോദിക്കുന്നത്. മാത്രമല്ല അങ്ങനെ ചോദിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂട്ടത്തിൽ ചുമരും ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഹാദർ റജുലുൽ അബിയദുൽ മുത്തഖിഹു, ദാ ഈ ചുമരും ചാരി ഇരിക്കുന്ന വെളുത്ത മനുഷ്യനാണ്. ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പൊ അയാൾ ചോദിച്ചു, അബ്ദുൽ മുത്തലിബിന്റെ മോനാ? ആ. അവരൊന്ന് പിതാമഹന്മാരിലേക്ക് ചേർത്തുകൊണ്ടും പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ട്, അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അയാൾ പറഞ്ഞു, അതെ, എന്താണ്, എവിടുന്നാണ് വരുന്നത്, ഭവ്യതയോടൊക്കെ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, നബിയെ, കാര്യം ഞാൻ ആദ്യം അങ്ങോട്ട് പറയാം. ഇന്നി അസ്അലുക, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാ വന്നത്. ഫമുശദ്ദിദുൻ അലൈക ഫിൽ മസ്അല, ചോദ്യത്തിൽ ചിലപ്പോൾ നല്ല കടുപ്പുണ്ടാവും, വളരെ ഗൗരവത്തിലാ ഞാൻ ചോദിക്കുക, അതെന്റെ പ്രകൃതമാണ്. ഫലാ തജിദ് അലയ്യ ഫീ നഫ്സിക, അതുകൊണ്ട് എന്നോട് കോപിക്കരുത്. കാര്യം ആദ്യം പറഞ്ഞു. എന്റെ ശൈലി അങ്ങനെയാണ്, ഇങ്ങനെ മയത്തിലൊന്നും ചോദിക്കാറില്ല, ചോദിക്കുന്ന കുറച്ച് കടുപ്പുണ്ടാവും, അതുകൊണ്ടൊന്നും വിഷമൊന്നും തോന്നരുത്. അത് ആമുഖം പറഞ്ഞിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. സൽ, ചോദിച്ചോ, കുഴപ്പമില്ല, ചോദിച്ചോ. സൽ അമ്മ ബദാലക, എന്താണെങ്കിൽ ചോദിച്ചോ. ഫഖാല, അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം, അസ്അലുക മുഹമ്മദ്, എന്നോട് ഞാൻ ചോദിക്കുന്നത് ബിറബ്ബിക വറബ്ബി മൻ ഖബ്ലക, നിങ്ങളുടെ റബ്ബും മുൻഗാമികളുടെ ഒക്കെ റബ്ബിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കട്ടെ. ആ അല്ലാഹു അർസലക ഇലന്നാസി കുല്ലിഹിം, മുഴുവൻ മനുഷ്യരിലേക്കും അള്ളങ്ങൾ അയച്ചതാണോ, അതോ നിങ്ങൾ കള്ള നബിയാ? അള്ളങ്ങൾ അയച്ചതാണോ മുഴുവൻ മനുഷ്യരിലേക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ, അല്ലാഹു അയച്ചതാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ലമാമയുടെ രണ്ടാമത്തെ ചോദ്യം, അൻഷുദുക ബില്ലാഹ്, അള്ളാഹനെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ വീണ്ടും ചോദിക്കുന്നു, ആ അല്ലാഹു അമറക, അള്ളയാണോ താങ്കളോട് കൽപ്പിച്ചത്, അൻ തുസല്ലിയ സ്വലവാത്തിൽ ഹംസ ഫിൽ യൗമി വൽ ലൈല, രാവും പകലുമായിട്ട് 5 നേരം നിസ്കരിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞതാ, അതോ നിങ്ങൾ ഉണ്ടാക്കിയ നിയമ? ഖാല അല്ലാഹുമ്മ നഅം, അതെ, അള്ളാഹ് പറഞ്ഞതാ. മൂന്നാമത്തെ ചോദ്യം, അൻഷുദുക ബില്ലാഹ്, ആ അല്ലാഹു അമറക അൻ നസൂമ ഹാദ അശ്ശഹറ മിനസ് സന, അതേ, ഒരു കൊല്ലത്തിലൊരായി മാസം റമദാനിൽ മുഴുവൻ നോമ്പെടുക്കണം എന്നത് കൽപ്പിച്ചതും അള്ളയാണോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അതെ, അല്ലാഹുമ്മ നഅം. അടുത്ത ചോദ്യം, അൻഷുദുക ബില്ലാഹി, അല്ലാഹു അമറക അൻ തഅഖുദ ഹാദിഹി സ്വദഖത മിൻ അഗ്നിയാഇനാ ഫതുഖ്സിമുഹാ ഫീ ഫുഖറാഇനാ, അതേ, നബി തങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങളുടെ സമ്പന്നന്മാരുടെ ധനികരിൽ നിന്ന് സ്വതക്ക സ്വീകരിച്ചിട്ട്, സമ്പന്നരിൽ നിന്ന് സ്വതക്ക സ്വീകരിച്ചിട്ട് ഫതഖ്സിമുഹാ ഫീ ഫുഖറാഇനാ, ഞങ്ങളിലെ ദരിദ്രരിലേക്ക് അത് വിതരണം ചെയ്യണമെന്നതും അള്ളാഹ് കൽപ്പിച്ചിട്ടാണോ, അതോ നിങ്ങളുടെ സ്വയം തീരുമാനമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ, അള്ളാഹ് കൽപ്പിച്ചിട്ടാണ്. കണ്ടോ, സത്യാന്വേഷികൾക്ക് മനസ്സിലൊന്നുമില്ലേ, വളരെ നിർമ്മലമായ മനസ്സാ, മുൻവിധിയൊന്നുമില്ല. ആദ്യത്തെ ആമുഖം തന്നെ അത് ആ ഹൃദയത്തിന്റെ ലാളിത്യവും ഹൃദയത്തിന്റെ വക്രതയില്ലായ്മയാണല്ലോ പ്രകടമാകുന്നത്. തുടക്കത്തിൽ തന്നെ എന്താ പറഞ്ഞത്? നബി, എന്റെ ശൈലി കുറച്ച് പരിക്കനാണ്, ഞാൻ ചോദിക്കും, വളരെ ഗൗരവത്തിൽ എന്റെ ചോദ്യമുണ്ട്, വിഷമൊന്നും തോന്നരുത്. കേട്ടോ, എത്ര മനസ്സിന്റെ ഒരു ലാളിത്യം, മനസ്സിന്റെ ഒരു നിഷ്കളങ്കത. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്ക് പിന്നെ അധികം തർക്കമൊന്നുമില്ല. അദ്ദേഹം പറയുന്നു, എങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എങ്കിൽ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയെ, അങ്ങ് കൊണ്ടുവന്നതിൽ മുഴുവനും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഷഹാദ മൊഴിയുകയാണ്. മാത്രമല്ല ഈ നിർബന്ധ കാര്യങ്ങളൊക്കെ ഞാൻ പിറകെ നിർവഹിക്കുക തന്നെ ചെയ്യും. വിരോധിക്കപ്പെട്ട കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ വെടിയുകയും ചെയ്യും, എല്ലാം ഞാൻ ഒഴിവാക്കുകയും ചെയ്യും. ഇതിനേക്കാണ് ഞാൻ കൂട്ടൂല്ല കുറക്കൂല്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അയാൾ പിരിഞ്ഞു പോകുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞു, വഅന റസൂലു മൻ വറായി മിൻ ഖൗമി, എന്റെ ജനങ്ങൾ എന്റെ നാട്ടിൽ കാത്തു നിൽക്കുകയാണ്, ഞാൻ അവരിലേക്കുള്ള ദൂതനാണ്, ഞാൻ ലമാം ഇബ്നു സഅലബയാണ്, സഅദ് ഇബ്നു ബക്കർ ഗോത്രത്തിന്റെ പ്രതിനിധിയായിട്ട് വന്ന ലമാമാണ് ഞാൻ.
ആ നാട്ടുകാരുടെ പ്രതിനിധിയാണ്. ഇതൊക്കെ ഞാൻ അവർക്ക് അവിടെ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കും നബിയേ, ഞാനും ചെയ്യും, ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ലമാമ പിരിഞ്ഞുപോയി. ഒട്ടകത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്ന നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, ഇൻ യസ്ദുഖുൽ അഖീസതൈനി യദ്ഖുലുൽ ജന്ന. അയാൾ പറഞ്ഞ സത്യമാണെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അതാ അദ്ദേഹം തന്റെ ഒട്ടകത്തെ സമീപിച്ച് വളരെ പെട്ടെന്നതാ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് ധൃതിയിൽ യാത്ര പോയി തന്റെ നാട്ടിലെത്തുകയാണ്. നാട്ടിലെത്തിയപ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയ നേരത്ത് അദ്ദേഹം അതാ ആദ്യം തന്നെ പറയുന്നു, ജനങ്ങളെ, എന്തിനാടോ ലാത്തയെ ആരാധിക്കുന്നത്, എന്തിനാ ഉസ്സയെ ആരാധിക്കുന്നത്? ഈ ലാത്തി ഉസ്സയൊന്നും ഒന്നിനും കൊള്ളൂലട്ടോ. ഇറങ്ങി ചെന്നൈക്ക് എന്നെ പറയാണ്, ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. ലാത്തി ഉസ്സയൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും നമുക്ക് രക്ഷല്ല. ഖാലു, അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞു, മിണ്ടാതിരിക്കുക മാമാ, ആരും പറഞ്ഞ വായ പൊത്തുൽ മുണ്ടല്ലേ. ഇത്തഖിൽ ബറസ വൽ ജുദാമ വൽ ജുനൂൻ. പറഞ്ഞു പോകരുത് ലമാമ, കുരുത്തക്കെട് പറ്റും, കുഷ്ഠം പിടിച്ചു പോകും നിനക്ക്, ഭ്രാന്തനായി പോകും നിനക്ക്, വെള്ളപ്പാണ്ട് പിടിക്കും നിനക്ക്. ലാത്തയെ പറ്റി പറയേ അല്ലാ, അവരെ പറ്റി നിങ്ങൾ പറയേ, പാടില്ല, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. ലമാമ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പറയുകയാണ്, വൈലക്കും നിങ്ങൾക്ക് നാശം. ഇന്നഹുമാ വല്ലാഹി ലാ യദുറാനി വലാ യൻഫഅൻ. ലാത്തയും ഉസ്സയും ഒന്നും ഒരു ഉപകാരവും ചെയ്യുന്ന വസ്തുക്കളല്ല, ഒരു ഉപദ്രവം വരുത്തുന്ന വസ്തുക്കളല്ല. അല്ലാഹനെ തന്നെയാണ് സത്യം. എന്നാ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഞാൻ എവിടുന്നാ വരുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ ലാത്തയും ഉസ്സയും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കാലം കഴിക്കേണ്ട ആളുകളല്ല. ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ബഅസ റസൂലാ. അല്ലാഹു ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട്. വഅൻസല അലൈഹി കിതാബാ. ആ റസൂലിന് അല്ലാഹു ഒരു കിതാബും ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ മോശത്തരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്ന സന്മാർഗത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും നല്ല മാർഗം കൊണ്ടാണ് ആ നേതാവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായപ്പോ, വഇന്നീ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഞാനത് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാ നിങ്ങളോടും പ്രഖ്യാപിക്കുന്നു, ഇന്നീ ഖദ് ജിഅ്തുകും മിൻ ഇൻദിഹി. ആ നേതാവായ മുത്തു മനുഷ്യന്റെ അടുക്കൽ നിന്നാ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ബിമാ അമറക്കും ബിഹി വനഹാക്കും അൻഹു. ആ നേതാവ് കൽപ്പിച്ചതൊക്കെ നിങ്ങളോട് പറയാൻ, ആ നേതാവ് വിരോധിച്ചത് നിങ്ങളോട് വിരോധിക്കാനുമാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആ ജനങ്ങളുടെ മനസ്സും വല്ല മനസ്സാ. വളരെ കൃത്യമായിട്ട് അദ്ദേഹം അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ചരിത്രത്തിൽ കാണാം, അന്നത്തെ ദിവസം വൈകുന്നേരമായില്ല, അന്നത്തെ ദിവസം നേരം വൈകുന്നേരമായില്ല. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്ത്രീ പുരുഷന്മാരും അതാ മുസ്ലിമീൻ, സർവവും മുസ്ലിമീങ്ങളായി മാറി. ഇസ്ലാമിക ദഅവത്തിന്റെ ആ പ്രതിനിധി അദ്ദേഹം മനസ്സിലാക്കി എത്തിച്ചു കൊടുത്തു. നമുക്കൊക്കെ ബാധ്യതയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവനവും മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളത് മാത്രമല്ല, എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. എത്തിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ദഅവത്ത് കേട്ട് ഒരുപാട് ആളുകൾ മാറി. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഫമാ സമിഅനാ ബിവാഫിദി ഖൗമിൻ കാന അഫ്ളൽ മിൻ ദമാം ഇബ്നു സഅലബ. ദമാം ഇബ്നു സഅലബയെ പോലെ ഒരു ശ്രേഷ്ഠനായ ഒരു നിവേദക സംഘത്തിന്റെ നേതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്ര ഉഷാറായ പെരുമാറ്റവും പെട്ടെന്നുള്ള മാറ്റവും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന്റെ ശേഷമുള്ള വമ്പിച്ച മാറ്റങ്ങളൊക്കെ അതുപോലെ വേറൊരാളിലൂടെ ഉണ്ടായിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ സംഭവങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മുസ്നദിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ സഹോദരങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട്
ഹിജ്റ 9-ാമത്തെ വർഷത്തിൽ നടന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചതും ഈ വർഷത്തിലാണ്. ശേഷം പ്രവാചക തിരുമേനിയുടെ ഹജ്ജ് നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങളെ നന്നായി അറിയുവാനും അത് സമൂഹത്തെ എത്തിച്ചു കൊടുക്കുവാനും അവിടുന്ന് കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. പല ആളുകളും മരണപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا تقبل منا إنك أنت السميع العليم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.